സ്നേഹം നിറഞ്ഞ നമ്മുടെ ഗാന്ധി ഭവൻ അതിൻ്റെ സോമരാജൻ സാർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രസന്ന മാഡം, അതുപോലെ ഷിന്നുകുമാർ, മെമ്പർ സെക്രട്ടറി, ഓർഫനേജിൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി സോമരാജൻ, അതുപോലെ നമ്മുടെ എല്ലാം ആതുര സേവന രംഗത്ത് അതുപോലെ സേവനത്തിൻ്റെ ആ ഒരു മുഖമുദ്രയായിട്ട് നിൽക്കുന്ന ഡോക്ടർ രാജലക്ഷ്മി മാഡം, അതുപോലെ ടെക്നോളജിയിൽ ഏറ്റവും എന്താ പറയുന്നത്, നമ്മളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന വിപ്ലവത്തിൻ്റെ, ടെക്നോളജി വിപ്ലവത്തിൻ്റെ ഒക്കെ ഇസ്രോയുടെ സേവനത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് സയൻറ്റിസ്റ്റ് ശ്രീ ബിന്നി, അതുപോലെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ബ്രെയിൻ വർക്കും ചെയ്യുന്ന സിം കെയറിൻ്റെ ബ്രെയിൻ ടീമായിട്ടുള്ള സിംപ്ലിഫൈ സൊല്യൂഷൻസ്, ഐ തിങ്ക് അതാണ് പേരും തോന്നുന്നു, എല്ലാം ഇത് അറ്റൻഡ് ചെയ്യുന്ന മറ്റ് എന്താ പറയുക ഒരു സേവന തത്പരരായിട്ടുള്ള സദസ്സിലെ എല്ലാവർക്കും നമസ്തേ. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സോമരാജൻ സാറിനെ പോലുള്ള ഒരാളുടെ കൂടെ വേദി പങ്കിടുന്നതിൽ, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വേദി പങ്കിടുന്നതിൽ, അതും ഇത്തരം മഹത്തായ ഒരു സർവീസ് ബാക്കപ്പ് നൽകാനായിട്ട് ഉദ്ദേശിച്ച് പുറത്തിറക്കിയിട്ടുള്ള സിം കെയർ അതിൻ്റെ ഒരു ലോഞ്ച് ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചതിൽ ആദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കട്ടെ. നമുക്കറിയാം ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ അതായത് 210 രാജ്യങ്ങളിലായി ലോകത്തെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശരിക്കും ചാരിറ്റി എന്ന് പറയുന്നതല്ല ലയൺസ് ക്ലബ് ചെയ്യുന്നത്, സേവനമാണ്. ചാരിറ്റി അതിന്റെ പാർട്ടാണ്. നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളത്, വേർ ദർ ഇസ് എ നീഡ് ദർ ഇസ് എ ലയൺ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. വി സെർവ് എന്ന് പറയുന്നതാണ് സ്ലോഗൻ. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ പാർട്ടായിട്ടാണ് ഞങ്ങൾ 8 മേഖലകളിലായിട്ടാണ് ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമാണ് സോമരാജൻ സാറിന്റെ പറഞ്ഞ റിലീവിംഗ് ഹങ്കർ, വിശപ്പ് രഹിത പത്തനാപുരം എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് നമ്മൾ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഏകദേശം 26-27 ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ കിച്ചൺ മോഡേണൈസ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്തത്. ഇന്നും നിരന്തരമായിട്ട് നമ്മൾ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 210 രാജ്യങ്ങളിലായിട്ട്. നമ്മുടെ ശ്രീത്ര തിരുനാൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് RCCയിലെയും മെഡിക്കൽ കോളേജിലെയും രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ട് ദിവസവും ഉച്ചഭക്ഷണം 400 പേർക്ക് നമ്മൾ വിളമ്പി കൊടുക്കുകയാണ്. നമ്മൾ ഈ പാക്കറ്റായിട്ടല്ല കൊടുക്കുന്നത്. അവിടെ വന്ന് നമ്മൾ ലയൺസ് ക്ലബിന്റെ മെമ്പേഴ്സ് ചൂട് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംതൃപ്തി. അതുപോലെ 200 പേർക്ക് കഞ്ഞിയും പയറും, അതായത് നമുക്കറിയാം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾക്ക് കഞ്ഞിയാണ് അവിടെ നല്ല കഞ്ഞി കിട്ടാത്തത് കൊണ്ട് അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സേവനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ സിം കെയർ പോലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കൂടുതൽ ഫെസിലിറ്റി നമുക്ക് തരും, കൂടുതൽ റീച്ച്, നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ റീച്ച് ആണ് നമുക്ക് തരുന്നത്. ലയൺസ് ക്ലബ് ആയാലും ശരി, NGO മറ്റ് NGOs ആയാലും ശരി, അവർക്കെല്ലാം ഇത് ഉപകാരപ്രദമാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് രാവിലെ CWCയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ, ഇന്ന് സെപ്റ്റംബർ 5 എന്ന് പറയുന്ന അധ്യാപക ദിനം കൂടിയാണ്. അപ്പോൾ
അനാഥരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അവരെ കെയർ ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവിടെ ഒരു 19 കുട്ടികൾ അവിടെ അവരവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകര് ഒരു 8-10 പേരുണ്ട്. അവരെ ഇതുവരെയും ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവരെ ഇന്ന് രാവിലെ അവിടെ ഞാൻ ഇത് പറയാൻ കാരണം BSSCയിലെ വർക്ക് ചെയ്യുന്ന റിട്ടയർ ചെയ്ത ഒരു മാഡം ഒരു ടീച്ചറായിട്ട് വോളണ്ടറി ചെയ്ത് അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു ആദരവ് കിട്ടിയപ്പോൾ തന്നെ സ്റ്റേജിൽ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു അംഗീകാരം കിട്ടുന്നത്. 59 വയസ്സായി അവർക്ക്. അവര് പിന്നെ ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഷനായിട്ട് എടുത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ എന്താ പറയുന്നത് ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഈ സേവന പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നത്. ഞാനിവിടെ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ സോമരാജൻ സാറുമായിട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ചൈതന്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അവിടെ 3 വയസ്സിലാണെന്ന് തോന്നുന്നു സാറിന്റെ കയ്യിൽ അവിടെ പത്തനാപുരത്ത് ഗാന്ധി ഭവനിലോട്ട് വന്ന് ലഭിച്ചത്. അവിടെ ആ കുട്ടിയെ പഠിപ്പിച്ച് BSc നഴ്സിംഗ് കഴിഞ്ഞ് ആ കുട്ടി തന്നെ വോളണ്ടിയർ ചെയ്ത് മറ്റു പല ഹോസ്പിറ്റലിലും ഫ്രീ ആയിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് പോന്നിരിക്കുകയായിരുന്നു. ആ കുട്ടി ഇന്ന് അതിൻ്റെ എന്താ പറയുന്നത് UK അതിനൊരു അസൈൻമെന്റുമായിട്ട് ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഗാന്ധി ഭവനോട് നെക്സ്റ്റ് മന്ത് അപ്പോൾ പോവുകയാണ്. ആ ഒരു വിവരം കൂടി ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എത്ര ജീവിതങ്ങൾ സോമരാജൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രീകുമാർ എൻ്റെ ശബ്ദം ഒന്ന് ഇടറിയത് നമ്മൾ അവിടെ പോയി കാണണം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ അതുപോലെ വേറൊരു മഹാത്മാവാണ് സോമരാജൻ സാർ. സോമരാജൻ സാറും മാഡവും ഈ പിന്നെന്താ പറയുന്ന ഈ അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം എന്താ ഹൃദയം തൊട്ട് അറിഞ്ഞ ഒരു ദമ്പതിമാരാണ് ഇവർ രണ്ടുപേരും. ഇന്നിവിടെ സാറ് പിന്നെ നമ്മുടെ ഷിനുകുമാർ സാർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് ലയൺസ് ക്ലബിന്റെ ഒരു അൽഷിമേഴ്സ് ബാധിച്ച ആൾക്കാരുടെ ഒരു കെയർ സെന്റർ നമ്മൾ തിരുവല്ലത്ത് ഉണ്ട്. അവിടെ ഒരു 17 പേരാണുള്ളത്. അത് ലയൺസ് ക്ലബാണ്, ലയൺസ് ഫൗണ്ടേഷൻ ആണ് അത് നടത്തുന്നത്. അതിൽ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, എൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഒരു സാറിനെ ഈയിടെ എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആരാണെന്നറിയില്ല, ഈ പറഞ്ഞ പോലെ ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും എന്നും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇവിടെ സിൻകെയറിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ പിന്നെ ഡോണേഴ്സിന്റെ കയ്യിൽ നിന്നും ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഡൊണേഷൻസ് കൈപ്പറ്റിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയാലും ഇൻഡിവിജ്വൽ ആയാലും ഇത് കൈപ്പറ്റിയിട്ട് യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് NGOs വഴിയാണ് അത് കോപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഫങ്ഷണാലിറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതാണ് വളരെ നല്ല രീതിയിൽ ഇത് അർഹരായിട്ടുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിക്കുവാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ടും അഭിനന്ദനീയമാണ്. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ലയൺസ് ക്ലബ്ബ് പോലുള്ള NGOസിന് ഇതൊരു എന്താ പറയുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഞങ്ങളുടെ മൈലേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ സേവനത്തിന്റെ റീച്ച് കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും
ലയൺസ് ക്ലബിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ സിംകെയറിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിനെല്ലാം ആശംസകളും ചേർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.